السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീനിലെ 22 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെയായി നമ്മൾ പഠിച്ചത്. ഇനി 23-ാമത്തെ ആയത്ത് മുതലാണ് എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم അവിടെ മിന്ദൂനിഹി അവിടെ മദ്ദുണ്ട്. മിന്ദൂനിഹി ആലിഹ ആലിഹത്തൻ ഇൻ ആലിഹത്തൻ ഇൻ ഇവിടെ മണിക്കാൻ പാടില്ല. ആലിഹത്തൻ തൻവീനാണ്, ശേഷം ഹംസയാണ്, ഹൽക്കിനക്ഷരമാണ് ഹംസ. ആ ഹൽക്കിനക്ഷരം വരുമ്പോൾ ഇദ്ഹാർ വെളിവാക്കി ഓതുകയാണ് വേണ്ടത്. ആലിഹത്തൻ ഇയുരിദിനി 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 റഹ്മാനു ഇയുരിദിനി റഹ്മാനു. അവിടെ ദാല് സുക്കൂനാണ്. ഇയുരിദ് എന്ന് ദാലിന് സുക്കൂനാണ്. ഇയുരിദിനി റഹ്മാനു ബിദുർരിൻ എന്നാണ്. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني
آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് ഒരു നാട്ടിലേക്ക് അല്ലാഹു തആല 3 റസൂലുമാരെ നിയോഗിച്ചു. പക്ഷെ അവരൊക്കെ ആ ജനത കളവാക്കി. ആദ്യം മുണ്ടാളെ പറഞ്ഞയച്ചു, കളവാക്കി. മൂന്നാമനെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തി. പക്ഷെ ആ സമൂഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നു മാത്രമല്ല, അവർ ആ റസൂലുമാരെ നാട്ടിലൊരു ആപത്തായി, ശകുനപ്പിഴയായി അവർ കണക്കാക്കുകയും അവര് അതിശക്തമായ മർദ്ദനങ്ങൾക്ക് അവർ വിധേയരാക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നത്, എന്റെ സമൂഹമേ, നിങ്ങൾ ഈ മുസ്ലിങ്ങളെ പിൻപറ്റുക. അവർ നിങ്ങളോട് യാതൊരു കൂലിയും ആവശ്യപ്പെടുന്നില്ല. അവരാകട്ടെ നേർമാർഗം പ്രാപിച്ചവരാണ് താനും. അത്തരം ആളുകൾ നിങ്ങൾ പിൻപറ്റുക. നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരുന്നതിന് അവർ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. അവരാകട്ടെ ഹിദായത്തിലാണ്, നേർമാർഗത്തിലാണ് താനും. അങ്ങനെയുള്ള റസൂലുമാരെ നിങ്ങൾ പിൻപറ്റുവീൻ. മാത്രവുമല്ല, അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചു, ഒമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണ് ഉള്ളത്? വഇലൈഹി തുർജഊൻ, അവനിലേക്കാണല്ലോ നിങ്ങളെല്ലാം മടക്കപ്പെടുന്നതും. അപ്പൊ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിനെ ആരാധിക്കണമെന്നാണ് ഈ റസൂലുമാര് പറയുന്നത്. അപ്പൊ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തു ന്യായമാണ് ഉള്ളത്? അവസാനം മടങ്ങിച്ചെല്ലാനുള്ളതും ആ സൃഷ്ടാവിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ റസൂലുമാരെ പിൻപറ്റുവീൻ എന്ന് ആ മനുഷ്യൻ സ്വാഹിബു യാസീൻ എന്നറിയപ്പെടുന്ന ഹബീബ് ബിൻ നജ്ജാർ എന്നൊക്കെ തഫ്സീറുകളിൽ പറഞ്ഞു കാണുന്ന ആ ഒരു മനുഷ്യൻ അവരെ ഉപദേശിച്ചുവെന്നാണ് കാണുന്നത്. ഹബീബുൻ നജ്ജാർ എന്നാണ് പൊതുവെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഹബീബുൻ നജ്ജാർ, നജ്ജാർ ആശാരിയാണ്. ഇദ്ദേഹം ആശാരി ആയിരുന്നു എന്നാണ് പല തഫ്സീറും ഒരു അഭിപ്രായമായി കാണുന്നത്. മറ്റു അഭിപ്രായങ്ങളുണ്ട്, കൃത്യമായി ഇന്നതാണ് പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു ആശാരി പണിയെടുത്ത ആളായിരുന്നു. അതുകൊണ്ടാണ് ഹബീബുൻ നജ്ജാർ എന്ന് പേര് വന്നത്. ഇനി അതല്ല, ഒരു അറബുകാരനാണ്, ഖസ്സാർ, മൃഗങ്ങളെ അടുത്ത് മാംസമൊക്കെ വെട്ടുന്ന അറബുകാരനായിരുന്നു എന്നും അഭിപ്രായം കാണാൻ കഴിയുന്നത്. ഹബീബുൻ നജ്ജാർ എന്നാണ് പൊതുവെ പേര് പറയപ്പെടുന്നത്. ഹബീബുൻ ഇസ്രായേൽ അൻ നജ്ജാർ എന്നും അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഇനി ഈ ശേഷമുള്ള ആയത്തുകളും അദ്ദേഹത്തിന്റെ വാക്കുകളെ ബാക്കി തന്നെയാണ്. അപ്പൊ എനിക്ക് എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എന്തു ന്യായമാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം അവരെ ചിന്തിപ്പിക്കാൻ കൂടി പറയുന്നു. അതോടൊപ്പം ഞാൻ സ്വീകരിക്കുകയോ, ഞാൻ സ്വീകരിക്കുകയോ, ഇത്തഖദ സ്വീകരിച്ചു, ഇത്തഖദ യത്തഖിദു സ്വീകരിക്കും, അത്തഖിദു ഞാൻ സ്വീകരിക്കും, അത്തഖിദു ഞാൻ സ്വീകരിക്കുകയോ, മിൻ ദൂനിഹി അവന് പുറമെ, അല്ലാഹു തആലക്ക് പുറമെ ഞാൻ സ്വീകരിക്കുകയോ, ആലിഹത്തൻ ഇലാഹുകളെ ഞാൻ സ്വീകരിക്കുകയോ, അതും ഒരിക്കലും സാധ്യമല്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് ന്യായമൊന്നുമില്ല. ഇനി അതോടൊപ്പം ആ അള്ളാഹിന്റെ കൂടെ അവന് പുറമെ മറ്റു ചില ഇലാഹുകളെ കൂടി സ്വീകരിക്കണമെന്നോ അതേതായിരുന്നാലും പറ്റുകയുമില്ല. ഈ റഹ്മാൻ ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈആ വലാ യുൻഖിദൂൻ. ഈ യുരിദിനി റഹ്മാൻ, ഈ യുരിദിനി എന്നാണ്, അറാദ യുരീദു
അറാദ യുരീദു, അതിന് മുമ്പ് ഇന്ന് വന്നപ്പോ ഈ യുരിദ് എന്നായി. ഈ യുരിദിനി എനിക്ക് ഉദ്ദേശിച്ചാൽ, ഈ യുരിദിനി എനിക്ക് ഉദ്ദേശിച്ചാൽ, ആര്? അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചാൽ ബിദുർരിൻ, ഒരു ദുരിതം എനിക്ക് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, യുരീദ് എന്ന വാക്ക് അറാദ, പഞ്ചയുടെ വാക്കാണ് അറാദ. അറാദം ഉദ്ദേശിച്ചു. മുതാരി യുരീദു, അറാദ യുരീദു എന്നാണ്. അതിന് മുമ്പിൽ ഇൻ എന്ന് വന്നു. ഇൻ അറാദ യുരീദു, യുരീദിന് മുമ്പ് ഇന്ന് വരുമ്പോ ഇവിടെ സുക്കൂനാകും. മുമ്പ് ഇന്ന് വന്നാൽ ഇവിടെ സുക്കൂനാകും. ഇവിടെ സുക്കൂനാകുമ്പോൾ ഒരു പ്രശ്നം വരും. എന്താണ് എപ്പോഴും പറഞ്ഞാണ്? രണ്ട് സുക്കൂന് ഒന്നിച്ചു വരും. 4 സുക്കൂന് യാവിനും സുക്കൂന്, 2 സുക്കൂന് ഒന്നിച്ചിടാൻ പറ്റില്ല. അപ്പൊ ഒരു സുക്കൂന് കളയണം. അപ്പൊ ഇവിടെ യാനെ കളയും. അതാണ് ഈ യുരിദ് എന്നായി മാറിയത്. ഈ യുരിദ് ശരിക്കുള്ളത് യുരീദുനി എന്നാണ്. അറാദ യുരീദു, യുരീദുനി എന്നാണ് അതിന് ബേസിക്കൽ ഉണ്ടാവുക. യുരീദുനി, ആ യുരീദു എന്ന വാക്കിന് മുമ്പിൽ ഇൻ എന്ന് വന്നപ്പോൾ അവസാനത്തിൽ സുക്കൂനായി. അപ്പൊ 2 സുക്കൂൻ ഒന്നിച്ചു വന്നു. അപ്പോൾ ഒന്നാമത്തെ അക്ഷരമായി യാഇനെ കളഞ്ഞു. യാവുമുണ്ട്, ദാലുമുണ്ട്. എന്നാൽ ഒന്ന് കളയണം. കളയാൻ നല്ലത് ഏതാണ്? യാ ആണ്. കാരണം രോഗിയാണ്, ഇല്ലത്തക്ഷരമാണ്, ഹർഫുൽ ഇല്ല. ദാല് ആരോഗ്യവാനാണ്, യാ രോഗിയാണ്. അപ്പൊ രണ്ടാലും ഉള്ള ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കാൻ നല്ലത് അല്ല നിച്ചപ്പച്ചത്തുന്ന തൽക്കാലം ഒന്നോ ഞങ്ങൾ മുന്നോട്ട് പോകാം എന്ന് പറയാണ് നല്ലത്. അപ്പൊ യാഇനെ അവിടുന്ന് കളഞ്ഞു. അതാണ് ഈ യുരിദ്. ഈ യുരിദിനി അർ-റഹ്മാൻ, ഈ യുരിദിനി അർ-റഹ്മാൻ. അവിടെ പിന്നെ ഉച്ചാരണത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ആ യാവും കളയപ്പെട്ടു. അപ്പൊ യുരിദിനി റഹ്മാൻ എന്നായി. യുരിദിനി റഹ്മാൻ. ഈ യുരിദിനി റഹ്മാൻ, റഹ്മാനായ റബ്ബ് എനിക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഈ യുരിദിനി എനിക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബിലേക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, എന്തുദ്ദേശിക്കുന്നുവെങ്കിൽ, ബിദുർരിൻ, ദുർറ് ബുദ്ധിമുട്ട്, ദുരിതം, പ്രയാസം എന്നൊക്കെ അർത്ഥം. എനിക്ക് എന്റെ റബ്ബ് ഒരു ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ദുരിതം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും, ലാ തുഗ്നി അന്നി, എനിക്ക് പ്രയോജനം ചെയ്യുക ഇല്ല, ശഫാഅത്തുഹും, ഇവിടെ നിന്ന് ശുപാർശ, ശൈഅൻ, യാതൊരു പ്രയോജനവും ചെയ്യുക ഇല്ല. അത്തരം ആളുകളെയാണോ ഞാൻ ഇലാഹാക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? വലാ യുൻഖിദൂൻ, അവർ ശുപാർശ ചെയ്തിട്ടും ശരിയാവൂല. വലാ യുൻഖിദൂൻ, അവരുടെ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. വലാ യുൻഖിദൂൻ, അൻഖദ യുൻഖിദു, രക്ഷപ്പെടുത്തുക. വലാ യുൻഖിദൂനി എന്നർത്ഥം. വലാ യുൻഖിദൂനനി എന്നാണ്. വലാ യുൻഖിദൂനനി, അതാണ് വലാ യുൻഖിദൂനി. പിന്നെ അവസാനത്തെ യാവും കളയപ്പെട്ടു. അപ്പൊ വലാ യുൻഖിദൂനി എന്നായി. വലാ യുൻഖിദൂനനി എന്നാ ശരിക്കുണ്ടായിരുന്നത്. അൻഖദ യുൻഖിദു, യുൻഖിദു, യുൻഖിദാനി, യുൻഖിദൂന, യുൻഖിദൂനനി. അപ്പൊ അവിടെ വലാ യുൻഖിദൂനനി എന്നിടത്ത് ആദ്യത്തെ നൂന് കളയപ്പെട്ടു പോയി. വലാ യുൻഖിദൂനി എന്നായി. അവസാനത്തെ യാവും കളയപ്പെട്ടു പോയി. അപ്പോ വലാ യുൻഖിദൂനി എന്നായി മാറി. അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. അപ്പൊ അവർക്ക് സ്വന്തം നിലക്ക് സഹായിക്കാനും കഴിയില്ല. ഇനി അവർ ശുപാർശ ചെയ്തിട്ട് എന്റെ പ്രശ്നം തീർത്തരാൻ കഴിയോ? അതും കഴിയില്ല. അങ്ങനെയുള്ളവരെ അള്ളാഹ്ക്ക് പുറമെ ഇലാഹായി ഞാൻ സ്വീകരിക്കണമെന്നാണോ? അതെന്തായിരുന്നാലും ന്യായമല്ല. വിഗ്രഹാരാധനയാണ് ആ നാട്ടിലുണ്ടായിരുന്നത്. ആ നാട്ടിലുള്ളത് വിഗ്രഹാരാധനയാണ്. അവർ വിഗ്രഹങ്ങളെ ആ നിലക്ക് ആരാധിച്ചു പോന്നിരുന്നു. അപ്പൊ പടച്ച റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് തടസ്സമുണ്ട്? ആ റബ്ബെനിക്ക് ഒരു ദുരിതം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ട് അതൊന്ന് ഒഴിവാക്കി തരാനോ കഴിയാത്ത ഈ ആരാധ്യരെ ഞാൻ ആരാധ്യരായി സ്വീകരിക്കണമെന്നോ അതെന്തു ന്യായമാണ് എന്ന് ആ മനുഷ്യൻ ആ നാട്ടുകാരോട് പറയുകയാണ്.
അത് അവരെ ചിന്തിപ്പിക്കാനും തൗഹീദ് ഒന്നുകൂടെ ബോധ്യപ്പെടുത്താനും ഇത്തരം ആരാധന സ്വീകരിച്ചുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കാനില്ല എന്നവരെ ബോധ്യപ്പെടുത്താനും എല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ഇന്നി ഇദല്ലഫീ ളലാലിൻ മുബീൻ, ഉപകാരമില്ലെങ്കിൽ അത് വെറുതായി പോകുന്നേ ഉള്ളൂ. ഒരു തേടി ഉത്തരം കിട്ടിയില്ല എങ്കിൽ അത് വെറുതെയായില്ലേ ഉള്ളൂ, വേറെ നഷ്ടമില്ലല്ലോ. എന്താ പറഞ്ഞ നഷ്ടമുണ്ട്? എന്താണ്? ഇന്നി, തീർച്ചയായും ഞാൻ, ഇതൻ, അങ്ങനെയാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ ഇത്തരം ഇലാഹുകളെ ഞാൻ സ്വീകരിക്കുന്നുവെങ്കിൽ, ഇന്നി, തീർച്ചയായും ഞാൻ, ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ തന്നെയാണ് താനും. അത് അങ്ങേയറ്റത്തെ ളലാലത്തുമാണ്. അപ്പൊ ചെയ്യുന്ന പണി അങ്ങേയറ്റം വഴിപിഴച്ച രീതിയാണ്. അതോടൊപ്പം എനിക്കതുകൊണ്ട് പ്രയോജനമൊട്ട് കിട്ടുകയുമില്ല. എന്നിരിക്കെ അത്തരം ഇലാഹുകളെ ഞാൻ സ്വീകരിക്കണമെന്നാണോ? അതൊരിക്കലും ന്യായമല്ല. അതുകൊണ്ട് ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ, ഇന്നി ആമന്തു, തീർച്ചയായും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഫസ്മഊൻ, നിങ്ങൾ എൻ്റെ വാക്കുകളൊന്ന് കേൾക്കുവീൻ എന്ന് ആ നാട്ടുകാരോട്, ആ മനുഷ്യ എന്ന് പറഞ്ഞ സാഹിബു യാസീൻ എന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ ആ നാട്ടുകാരോട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ 3 റസൂലുമാർ വന്ന് പറഞ്ഞു, അവരെ കളവാക്കി. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു ഗുണകാംക്ഷയുടെ റോളിൽ വന്നുകൊണ്ട് അവിടെ ചിന്തിപ്പിക്കാവുന്ന ചില സംസാരങ്ങൾ അവിടെ നടത്തുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് എന്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ ന്യായമൊന്നുമില്ല, റബ്ബല്ലാത്ത ആരാധിക്കാനോ ഒരു ന്യായവുമില്ല. മാത്രമല്ല ആ ആരാധന കൊണ്ട് പ്രയോജനം ലഭിക്കുന്നുമില്ല, അതാവട്ടെ വഴികേടാണ് താനും. അതുകൊണ്ട് ഞാനില്ല, നിങ്ങൾ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ, നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുവിൻ. ഫസ്മഊനി എന്നാണ്, ഫസ്മഊനി, എന്നെ നിങ്ങൾ കേൾക്കുവീൻ, അഥവാ എന്റെ സംസാരം നിങ്ങൾ ഒന്ന് കേൾക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുണകാംക്ഷി അവരിലേക്ക് വരുന്നു. പക്ഷേ പ്രയോജനമുണ്ടായില്ല എന്നാണ്. പ്രയോജനമുണ്ടായില്ല എന്ന് മാത്രമല്ല, തഫ്സീറിലൊക്കെ പറയുന്നത് അവരാ മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്നാണ്. അയാളവർ കൊന്നുകളഞ്ഞു. അവർ അതിശക്തമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുകയും അദ്ദേഹത്തെ അവർ കൊന്നുകളയുകയും ചെയ്തുവെന്ന് പൊതുവെ തഫ്സീറിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കൊന്നതിന് ശേഷമുള്ളതാണ് അടുത്ത ആയത്ത്, ഖീല ദുഖുലിൽ ജന്ന, ഖീല പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അയാളോട് പറയപ്പെട്ടു. കാരണം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു ഷഹീദായി മാറി. ഷഹീദാകുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും സ്വർഗമാണ് പ്രതിഫലം. അതുകൊണ്ടാണ് അവിടെ കീഴത് കൊല്ലിച്ച. അപ്പൊ അതിന് മനസ്സിലായി അദ്ദേഹത്തെ അവിടെ കൊന്നു. അപ്പൊ അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല, കൊന്നു കളഞ്ഞു പ്രത്യേകം പറഞ്ഞിട്ടില്ല. അത് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് കൂടിയായിരിക്കാം അത് പറയാതെ പോയത്. അവിടെ പൊതുവെ എല്ലാ മുഫസ്സിറുകളും പറഞ്ഞ ഒന്ന് കാണാം, അവരദ്ദേഹത്തെ കൊന്നു. ഫലമ്മാ ഖാല ദാലിക വസബു അലൈഹി വസ്ബത റജുലിൻ വാഹിദിൻ ഫഖതലൂഹു എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചത്. ഈ വാക്ക് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അവർ ഒന്നാകെ അയാൾക്ക് മേലെ ചാടി വീണു എന്നാണ്. വസബു അലൈഹി വസ്ബത റജുലിൻ വാഹിദിൻ, ഒറ്റ ആള് ചാടുന്ന പോലെ എല്ലാരും കൂടെ ഒന്നിച്ച് നേരെ ചാടി വീണു. ഫഖതലൂഹു, അവിടെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നാണ്. അന്ത്വാക്കിയ എന്ന് പറഞ്ഞല്ലോ, അവിടെ ശിർക്കിന്റെ കേന്ദ്രമാണ്. ആ നാട്ടിലെ ഔദ്യോഗിക ആശയം വിഗ്രഹാരാധന ശിർക്കാണ്. വലം യകുൽ ലഹു അഹദുൻ യംനഉ അൻഹു, ഒരാൾ പോലും അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ഉണ്ടായില്ല. ശരിയല്ല, വിശ്വസിക്കണം, എന്നാലും കൊല്ലണ്ട എന്ന് പറയാൻ പോലും ഒരു മനുഷ്യരുണ്ടായില്ല. ആ നാട്ടുകാർ ഒന്നടങ്കം ചാടി വീണ് അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞു. ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞത് ജഅലു യർജുമൂനഹു ബിൽ ഹിജാറ, കല്ലെടുത്ത് എറിഞ്ഞുകൊന്ന അദ്ദേഹത്തെ അവർ. അപ്പോഴും അദ്ദേഹം പ്രഖ്യാപിച്ചു, അല്ലാഹു മുഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ,
അല്ലാഹുവേ ഈ ഖൗമിനെ നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് അവർക്ക് അറിവില്ലാത്തതാവുന്നു റബ്ബേ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുവെന്ന് ഇമാം ഖത്താദ റഹിമഹുല്ല പറയുന്നുണ്ട്. വ്യത്യസ്തമായ ഉപായങ്ങൾ കാണാം. അത് കൊന്ന അദ്ദേഹത്തിന്റെ കൊള്ളരുമാനുകൾ പോലും അദ്ദേഹത്തിന്റെ പിന്തുണത്തിലൂടെ പുറത്തേക്ക് വരുമാറ് അത്ര മൃഗീയമായി അദ്ദേഹത്തെ കൊന്നു എന്നൊക്കെ തഫ്സീറുകളിൽ കാണുന്നു. അല്ലാഹു അഅലം. അദ്ദേഹം അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗം നൽകി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അദ്ദേഹം ഷഹീദായി. അതാണ് ഖീല ദഖുലിൽ ജന്ന, ഖീല പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയപ്പെട്ടു. ഇബ്നു മസ്ഊദ് പറഞ്ഞാണ് ഇന്നഹും വതഊഹു ബിഅർജുലിഹിം ഹത്താ ഖറജ ഖുസ്ബഹു മിൻ ദുബുരിഹി. അവരദ്ദേഹത്തെ ചവിട്ടി അദ്ദേഹത്തിന്റെ കുടലുകളെല്ലാം പിന്തുടർത്തുള്ള പുറത്തേക്ക് വരുമാറ് ചവിട്ടി അദ്ദേഹത്തെ അവർ കൊന്നു എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞതായിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ അദ്ദേഹത്തോട് അള്ളാന്റെ കൽപ്പന വന്നു, ഉദ്ഖുലിൽ ജന്ന, ഖീല ദഖുലിൽ ജന്ന, ഖീല ഉദ്ഖുലാണ്. അവിടെ ഹംസക്ക് ദമ്മാണ് വരിക, ഉദ്ഖുലിൽ ജന്ന എന്നാണ്. നമുക്ക് ചേർത്തി വായിക്കുമ്പോ ആ ഹംസക്ക് ഉച്ചാരണമില്ല. അതുകൊണ്ട് ഖീല ദഖുലിൽ ജന്ന, ഖീല ദഖുലിൽ ജന്ന. അവിടെ ഖീലം നിർത്തിപ്പോയാലോ ഉദ്ഖുലിൽ ജന്ന എന്ന് ഓതണം. ആ ഹംസക്ക് ഫതഹല്ല, ആ ഹംസക്ക് ലമ്മാണ് ഉച്ചരിക്കേണ്ടത്. അവിടെ ഫതഹ ഉണ്ടോ? ഇല്ല. ഒരു ചിഹ്നം ഉണ്ടാകും അല്ലെ, സ്വാദിന്റെ തല പോലെ ഒരു ചിഹ്നം ഉണ്ടാകും. പലപ്പോഴും പറഞ്ഞാണ് ആ ചിഹ്നം കണ്ടാൽ അതിനർത്ഥം അവിടെ ഫതഹാണെന്നല്ല. ആ ചിഹ്നം കണ്ടാൽ അതിനർത്ഥം ആ ഹംസ ഇടയിൽ വരുമ്പോൾ അതിന് ഉച്ചാരണമില്ല എന്നാണ്. ഇടയിൽ വന്നാൽ ആ ഹംസക്ക് ഉച്ചാരണമില്ല, തുടക്കത്തിൽ വന്നാൽ ഉച്ചരിക്കുകയും വേണം. ഹംസത്തുൽ വസ്ൽ എന്ന് പറയും, വസ്ലിന്റെ ഹംസ അത് സൂചിപ്പിക്കാനാണ് ആ ചിഹ്നം കൊടുത്തത്. അപ്പൊ ഖീല എന്ന് കൂട്ടി ഒതുപ്പുകയാണെങ്കിൽ പിന്നെ ആ ഹംസ ഇല്ലാത്ത പോലെ ഓതണം. അപ്പൊ ഓതേണ്ടത് ഖീല ദഖുലിൽ ജന്ന, ഖീല ദഖുലിൽ ജന്ന. അവിടെ ഹംസ ഇല്ല എന്ന് വിചാരിക്കാം. എന്നാ ഖീല അവിടെ നിർത്തിയിട്ട് പിന്നെ ബാക്കി ഓതാണെങ്കിലോ അപ്പൊ ഹംസക്ക് ഉച്ചാരണമുണ്ട്. ആ ഹംസക്ക് ഫതഹാണോ കസ്റാണോ ലമ്മാണോ വരിക അത് വേറെ നിയമമാണ്. അതിന് കിട്ടില്ല, ആ ചിഹ്നത്തിന് കിട്ടില്ല. ചിലപ്പോ ഫതഹാവാം, ചിലപ്പോ കസ്റാവാം, ചിലപ്പോ ലമ്മാവാം. അവിടെ നോക്കേണ്ടത് ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരം എടുക്കുക. ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരം, അതായത് അതിന്റെ അവസാനത്തെ അക്ഷരം ലാമ് അല്ലേ, ദഖുലി, ഖീല ദഖുലി എന്നതിന്റെ അവസാനത്തെ അക്ഷരം ലാമാണല്ലോ. അതിന് മുമ്പത്തെ അക്ഷരം എടുക്കുക, അവസാനത്തിന്റെ മുമ്പുള്ള അക്ഷരം അത് ഖാ. അതിന് ലമ്മാണെങ്കിൽ ഈ ഹംസക്കും ലമ്മ്. അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിൽ ലമ്മാണെങ്കിൽ ഈ ഹംസക്കും ലമ്മായിരിക്കും. അതിന് ഫതഹോ കസ്റോ ആണെങ്കിൽ ഈ ഹംസക്ക് കസ്റായിരിക്കും. അപ്പൊ ആ ഖായിന് ഫതഹോ കസ്റോ വന്നാൽ ഈ ഹംസ കസ്റ ചെയ്യണം. അതിന് ലമ്മാണെങ്കിൽ ഈ ഹംസക്ക് ലമ്മും ചെയ്യണം. ഇവിടെ ഏതാക്ഷരം? ഖായിന് അർക്കത്ത് ലമ്മാണ്. അപ്പൊ ഇവിടെ ഉ എന്ന് വെച്ചാൽ ഉദ്ഖുൽ, ഉദ്ഖുൽ എന്നാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. ഖീല ദഖുലിൽ ജന്ന, ഖീല പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയപ്പെട്ടു. അഥവാ അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി എന്നർത്ഥം. അയാൾ സ്വർഗം നൽകി ആ സ്വർഗീയമായ സുഖങ്ങൾ ആസ്വദിക്കുമ്പോൾ ആ മനുഷ്യൻ അവിടുന്ന് ബർസഖി ലോകത്തുനിന്ന് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണ് അല്ലാഹ് പിന്നെടുത്തു പറയണത്. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖാല ആ മനുഷ്യൻ പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈത ആയിരുന്നുവെങ്കിൽ, ലൈത ഒരു ആഗ്രഹം പറയുമ്പോൾ ലൈത പറയാം. ഒരാഗ്രഹം പറയുമ്പോൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ലൈത എന്നുള്ളത്. യാ ലൈത ഖൗമി, എന്റെ സമൂഹമായിരുന്നുവെങ്കിൽ, യഅലമൂൻ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്ത്
ബിമാ ഗഫറ ലി റബ്ബി, എൻ്റെ റബ്ബെനിക്ക് പുറത്തു തന്നുവെന്നത് എൻ്റെ ഖൗം അറിഞ്ഞിരുന്നുവെങ്കിൽ വജഅലനി മിനൽ മുക്രമീൻ, എന്നെ അവൻ മുക്രമീങ്ങളുടെ കൂട്ടത്തിൽ, ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ റബ്ബെന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നത് എൻ്റെ ഖൗം അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആ നാട്ടുകാർ അപ്പോഴും ആ ഖൗമിനെ കുറിച്ചുള്ള ഗുണകാംക്ഷയാണ് ആ മനുഷ്യന്. ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണല്ലോ അവൻ എന്നെ കൊന്നത്, ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണല്ലോ അവർ റസൂലുമാരെ കളവാക്കുന്നത്. ഇതാണ് പരലോകത്ത് ലഭിക്കാനുള്ളത് എന്ന് അവർക്ക് ബോധ്യം വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സത്യവിശ്വാസി എല്ലാ സമയവും നസീഹത്തുള്ളവനാണ്, ഗുണകാംക്ഷയുള്ളവനാണ്. ഏതവസ്ഥയിലും സമൂഹത്തോട് ഗുണകാംക്ഷയാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട. അവർക്ക് അങ്ങനെ വേണം എന്നല്ല പറഞ്ഞത്, അവർക്ക് ഇതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ അവർ ആ ഒരു ധിക്കാരവും ആ നിഷേധവും ഒക്കെ ഒഴിവാക്കി അവരും സ്വീകരിക്കാൻ തയ്യാറാകുമായിരുന്നല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥം അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇബ്നു അബ്ബാസ് ജീവിതകാലത്ത് ആ മനുഷ്യൻ ഗുണകാംക്ഷ കാണിച്ചു. അതെന്താണ്? യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ എന്ന് വന്ന് പറഞ്ഞു. വഫാത്തിന് ശേഷം ഗുണകാംക്ഷ കാണിച്ചു. അതേതാണ്? യാ ലൈത ഖൗമി യഅലമൂൻ എന്ന് പറഞ്ഞ ഈ വാക്ക് അത് ഒരു വിശ്വാസിയുടെ ഒരു മാനസികാവസ്ഥ അതാകണം എന്നർത്ഥം. അഥവാ ومقصوده أنهم لم يطلعوا على ما حصل من هذا الثواب والجزاء والنعيم. ഈ പ്രതിഫലവും ഈ ഒരു സുഖാനന്ദങ്ങളും ഇതൊക്കെ അവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് ലഖാദഹും ദാലിക ഇത്തിബാഇ റുസുലി, റസൂലുമാരെ പിൻപറ്റാൻ തീർച്ചയായും അവർ തയ്യാറാകുമായിരുന്നുവല്ലോ. പക്ഷേ അതുണ്ടായില്ല. ഫഖദ് കാന ഹരീസൻ അലാ ഹിദായത്തി ഖൗമി. ഇമാം ഇബ്നു കസീർ പറയാണ് റഹിമഹുല്ലാഹ്, അല്ലാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, വറളിയ അൻഹു, തൃപ്തിപ്പെടട്ടെ. ലഖദ് കാന ഹരീസൻ അലാ ഹിദായത്തി ഖൗമിഹി, ആ ഖൗം ഹിദായത്തിലാവാൻ അങ്ങേയറ്റം ആഗ്രഹമുള്ള ആളായിരുന്നു ആ മനുഷ്യൻ. പക്ഷേ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതാണ് സ്വാഹിബു യാസീൻ, യാസീനിലെ ആള് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹബീബുൻ നജ്ജാർ, അദ്ദേഹത്തിന്റെ കഥയാണിത്. പക്ഷെ ആ സമൂഹത്തിൽ ഇതൊന്നും ഒരു ഉപകാരവും ചെയ്തില്ല. അവസാനം അല്ലാഹു തആല സമൂഹത്തെ നശിപ്പിച്ചുവെന്നാണ് ഇതിലുള്ള ആയത്തിൽ പറയുന്നത്. ഇത്രയൊക്കെ അവർക്ക് നസീഹത്ത് ലഭിച്ചിട്ടും അതൊന്നും സ്വീകരിക്കാതെ പോയ ധിക്കാരികളായ ആ സമൂഹത്തെ അവസാനം റബ്ബിന്റെ അദാബ് ദുനിയാവിൽ തന്നെ വന്നു. ഈ അർത്ഥായത്തിൽ അതാണ് പറയുന്നത്. വല്ലാഹു അഅലം. ഇയാളോ? അല്ല, ഇയാൾ നബിയില്ല. അവിടെ വന്നു, മറ്റേ മൂന്നാൾ വന്നില്ലേ? രണ്ടാളെ അയച്ചു, പിന്നെ മൂന്നാളെ ശക്തിപ്പെടുത്തുന്നല്ലോ. രണ്ടാളെ നാം നിയോഗിച്ചു, അവരെ കളവാക്കി മൂന്നാമനെ കൊണ്ട് ശക്തിപ്പെടുത്തി. അപ്പൊ 3 റസൂലുമാര് അവിടെ ഉണ്ട്. ആ 3 റസൂലുമാർക്ക് ഒരു പിന്നെ തഖ്വിയത്ത് ശക്തിപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു സപ്പോർട്ട് ആയിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ആ നാട്ടിലെ ആ പട്ടണത്തെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ വന്നുകൊണ്ടാണ് ഞാനിത് വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുകയും എന്ന് പറഞ്ഞ് അവിടെ ഗുണകാംക്ഷയോടെ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون
بما غفر لي ربي وجعلني من المكرمين. ഇതാണ് മരിച്ചോടത്തൊക്കെ ഓതുന്ന ആയത്തുകൾ, മരിച്ചോടത്തും ജാഗ്രതകളൊക്കെ ഇതാണ് ഓതുന്നത്. അവിടെ തന്നെ യായത്തെ കൗമിയായിലമൂൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് പറയാനുള്ളത്. ഈ കൗമത് മനസ്സിലാക്കുകയാണെങ്കിൽ ജാഗ്രത പോയി കണ്ടത് ഓതിയിട്ടാണ് പിന്നെ തേടാൻ പോണത്. അയാളെ വിളിച്ചത് എവിടെ ഉത്തരം കിട്ടും. അവിടെ അൽഫാത്തിയുടെ ആദ്യം ഈ ഫാത്തി യാസിൻ ഓതിയിട്ടാണ് അവിടെ പോയി തേടുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ആവർത്തി ഒന്ന് അർത്ഥം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ആ പണിക്ക് ഒരാളെ കിട്ടൂല. അതുകൊണ്ടാണ് ഖുർആൻ അർത്ഥം പഠിക്കുന്ന നിർബന്ധമില്ല. ഫാത്തിഹ പോലും അർത്ഥം പഠിക്കേണ്ടതില്ല. അതിനെ ഓതലിനാകെ ഫാത്തിഹ നിർബന്ധമുള്ളൂ. അതും പ്രത്യേകം സുന്നത്തിൽ അർത്ഥം പഠിക്കൽ എന്നൊക്കെ എഴുതി വെച്ചത് വെറുതൊന്നുമല്ല. ഈ അർത്ഥം പഠിച്ചു പോകുന്ന മനുഷ്യൻ ആ പണിക്ക് കിട്ടുന്നല്ലോ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനക്കല്ലാഹ്.